തരൂർ ലേഖന വിവാദത്തിൽ പ്രതികരണവുമായി SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ രംഗത്ത് വന്നിരിക്കുകയാണ്. തരൂര് രാഷ്ട്രീയം നോക്കി അഭിപ്രായം പറയുന്ന ആളല്ല എന്നും അദ്ദേഹത്തിന്റെ അറിവിന്റെ അടിസ്ഥാനത്തിലാണ് സംസാരിക്കുന്നത് എന്നും വെള്ളാപ്പള്ളി വ്യക്തമാക്കിയിരിക്കുകയാണ്. ഉള്ള സത്യം അദ്ദേഹത്തിന്റെ അറിവിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം പറഞ്ഞു. എന്നാൽ അതിന്റെ പേരിൽ കോൺഗ്രസ് തരൂരിനെതിരെ കൊടുവാളുമായി ഇറങ്ങിയിരിക്കുകയാണ്. ഓരോരുത്തർ അവരവരുടെ അഭിപ്രായം പറഞ്ഞുവെന്ന് കരുതി അതൊരു തെറ്റാണ് എന്ന് പറയരുത്. മറിച്ചുള്ളവർ അത് തെളിയിക്കട്ടെ എന്നാണ് വെള്ളാപ്പള്ളി പറയുന്നത്. കേരളത്തിലെ വികസനത്തെ സംബന്ധിച്ചായിരുന്നു തരൂരിന്റെ പ്രശംസ. ഉള്ളതുപോലെ പഠിച്ചാണ് തരൂര് പറയുന്നത് എന്നാണ് വെള്ളാപ്പള്ളിയുടെ പ്രതികരണത്തിലൂടെയും കേരളത്തിലെ വികസനവും മുന്നേറ്റവും SNDP കൂടി അംഗീകരിക്കുകയായിരുന്നു എന്ന് നമുക്ക് വ്യക്തമാവുകയാണ്. സംസ്ഥാനത്തിന്റെ വളർച്ച സംബന്ധിച്ച് തരൂരിന് അറിയില്ല എന്നും പഠിപ്പിക്കുമെന്നാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പ്രതികരിച്ചിരിക്കുന്നത്. തരൂരിന്റെ ലേഖനവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന കോൺഗ്രസ് വെട്ടിലായതിന് പിന്നാലെയാണ് തരൂരിന് കേരളത്തെ കുറിച്ച് ക്ലാസ് എടുക്കാൻ സതീശനും കോൺഗ്രസും തുടക്കമിട്ടിരിക്കുന്നത്. മുമ്പ് കേരയിൽ വിഷയത്തിലും തരൂർ പ്രസ്താവന നടത്തി പിന്നീട് കാര്യങ്ങൾ പഠിച്ചപ്പോൾ തിരുത്തിയെന്നും സതീശൻ വാർത്താ സമ്മേളനത്തിൽ വെച്ച് പറയുകയായിരുന്നു. ഇതിനു മുമ്പ് തരൂർ കേരയിൽ അനുകൂല പ്രസ്താവന നൽകിയിട്ടുണ്ടായിരുന്നു. അന്ന് തരൂരിനെ നേരിൽ കണ്ട് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി. അന്ന് അത് അദ്ദേഹം തിരുത്തി. ഇക്കാര്യത്തിലും തരൂരിന് കാര്യങ്ങൾ ബ്രീഫ് ചെയ്ത് നൽകും. അതേസമയം ശശി തരൂർ എഴുതിയത് അദ്ദേഹത്തോട് ചോദിക്കണമെന്നാണ് സതീശൻ പറയുന്നത്. വായിച്ചവർക്ക് താൻ ഈ വിഷയം VD സതീശൻ തരൂർ വിവാദമാക്കേണ്ട കാര്യമില്ല, അത് നടക്കുകയില്ല. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് സൂചിക നിലവിലില്ല, അത് ലോകബാങ്ക് നിർത്തിയെന്നാണ് സതീശൻ പറയുന്നത്. സ്റ്റാർട്ടപ്പ് മേഖലയിലെ വളർച്ച കോവിഡ് കാലവുമായി താരതമ്യപ്പെടുത്തിയതാണ്. കേരളം വ്യവസായ സൗഹൃദമല്ല എന്ന് പറഞ്ഞിട്ടില്ല, ആക്കണമെന്നാണ് പറയുന്നത് എന്ന് സതീശൻ പറയുന്നുണ്ട്. അതേസമയം ആഗോള നിക്ഷേപ ഉച്ചകോടിയിൽ സഹകരിക്കുന്നത് ആലോചിച്ച് തീരുമാനിക്കുമെന്ന് പറഞ്ഞ സതീശൻ UDF സർക്കാരിന്റെ കാലത്ത് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ കേരളത്തിന്റെ റാങ്ക് എത്രയായിരുന്നു എന്നുള്ള ചോദ്യത്തിന് സതീശന് മറുപടി ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. തരൂർ കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗത്വം രാജിവെക്കണമെന്ന MM ഹസന്റെ ആവശ്യത്തോട് യോജിക്കുന്നോ എന്നുള്ള ചോദ്യത്തിന് മൗനം പാലിച്ചിരിക്കുകയാണ് അദ്ദേഹം. പത്തനംതിട്ടയിലെ CITU പ്രവർത്തകന്റെ കൊലപാതകത്തിൽ പ്രതികരണം ആരാഞ്ഞപ്പോൾ അറിയില്ല എന്നായിരുന്നു സതീശന്റെ മറുപടി. ആഗോള പഠനത്തിന്റെയും കേന്ദ്ര സർക്കാരിന്റെ വിലയിരുത്തലിന്റെയും അടിസ്ഥാനത്തിൽ വന്ന റിപ്പോർട്ടുകളെ അടിസ്ഥാനമാക്കിയാണ് താൻ എഴുതിയത് എന്നാണ് തരൂർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അല്ലാതെ CPIMന്റെ റിപ്പോർട്ടിനെ അടിസ്ഥാനമാക്കിയല്ല എന്നായിരുന്നു തരൂർ പറഞ്ഞത്. കോൺഗ്രസ് നേതാക്കൾക്ക് എന്തുകൊണ്ട് ബോധ്യപ്പെടുന്നില്ല എന്നതിനെ കുറിച്ച് നിങ്ങൾ അവരോട് ചോദിക്കണമെന്നും തരൂർ പറയുന്നുണ്ട്. കേരളത്തിലെ അതിശയിപ്പിക്കുന്ന മാറ്റത്തെ അംഗീകരിക്കേണ്ട, കൂടുതൽ നിക്ഷേപവും സംരംഭങ്ങളും ആകർഷിപ്പിക്കാനുള്ള നടപടികളെ പിന്തുണയ്ക്കേണ്ട എന്നായിരുന്നു തരൂരിന്റെ ചോദ്യം.